ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയതായി വരുന്നത് 24 ബിഗ് ബ്രേക്കിംഗ്. SIT മുന്നിൽ പത്മകുമാർ ഹാജരായി. SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ചോദ്യം ചെയ്യലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ SIT നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. വളരെ രഹസ്യ സ്വഭാവത്തിലാണ് SITയുടെ ഈ നീക്കം ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാവിലെ പത്മകുമാർ ആറന്മുളയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്നു. ഒടുവിൽ ഇപ്പോൾ SITയുടെ രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT സംഘത്തിന് മുൻപിൽ എ പത്മകുമാർ ഹാജരായി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവത്തിലുള്ള ഒരു സംഭവമായി SIT ഇതിനെ കാണുന്നുണ്ട്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുള്ള അറസ്റ്റ് അത് ഈ പറയുന്ന എൻ വാസു ആണെങ്കിലും KS ബൈജു ആണെങ്കിലും അതേപോലെ തന്നെ മുരാരി ബാബു ആണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഇന്നർ മാനറിസങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ പത്മകുമാർ മുൻപ് 2 തവണ SIT സംഘം നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് 12 മണിക്ക് ഈ ഹാജരാവാനുള്ള സമയപരിധി അത് അവസാനിക്കാനിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ എ പത്മകുമാർ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള നീക്കം നടക്കുന്നത് എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ ഈ മുരാരി ബാബുവിനൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവിനൊക്കെ ചോദ്യം ചെയ്ത ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലല്ല, മറിച്ച് SITയുടെ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ ഈ എ പത്മകുമാർ ഹാജരായി എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ തന്നെ കട്ടിളപ്പാളിയും കൊണ്ടുപോകുന്ന സമയത്തെ പത്മകുമാർ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, ദേവസ്വം ബോർഡ് ഭാരവാഹിയായിരുന്നു, ചുമതലയിലുണ്ടായിരുന്ന ആളാണ്. പാർട്ടിക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് വളരെ പ്രധാനപ്പെട്ട CPM-ന്റെ അടുത്ത ഒരു പൊളിറ്റിക്കൽ ഒരാൾ. ആ രീതിയിൽ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 24-ന്റെ തന്നെ അഭിമുഖ പരിപാടിയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ SIT അതിലൂടെ ആ ഒരു നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു. ദേവസ്വം ബോർഡ് അന്നത്തെ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സമയത്ത് ചുമതലയുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദ്യം ചെയ്യലിലേക്ക് SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം.